ഉള്ളുരുകി കരയുമ്പോഴെല്ലാം ചാരത്തു നിർത്തി ആശ്വാസമേകി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്നിരിക്കുന്ന കർത്തൃദാസന്മാരെ, മറ്റു ദൈവജനങ്ങൾ എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുമെന്നുള്ള ദൈവവചന പ്രകാരം ദൈവമായ കർത്താവ് എന്നെ നിലനിർത്തിയിരിക്കുന്ന ഓർത്ത് നന്ദിർന്ന ഹൃദയത്തോടെ സ്തോത്രം. കഴിഞ്ഞ വർഷം ഇവിടെ ഈ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഞാൻ വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. എന്നാൽ അതറിഞ്ഞ പ്രിയപ്പെട്ടവരൊക്കെ ജോപാസ്റ്റും അതിനെ അറിയാവുന്ന പ്രിയപ്പെട്ടവരോടൊക്കെ ആ വിഷയം പറഞ്ഞ് ദൈവസന്നിധിയിൽ അവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി ഇന്ന് ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ കർത്താവ് എന്നെ നിർത്തിയിരിക്കുന്ന ഓർത്ത് നന്ദിർന്ന ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവ നല്ലവനെന്നാണെന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് രുചിച്ചറിയുവാൻ തക്കൊണ്ടും ദൈവമായ കർത്താവ് എനിക്ക് സഹായിച്ച ദൈവസ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ കുരികളുടെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അത് പ്രിയപ്പെട്ടവരുമായി ഒന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. അതിൻ്റെതായ ചുറ്റുപാടുകളിൽ മുൻപോട്ട് പോയി. എന്നാൽ ഞാൻ ചെറുപ്രായത്തിൽ തന്നെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടുന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം സ്നാനപ്പെടുവാനും അങ്ങനെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാനും ദൈവം എനിക്കിടയാക്കി. എന്നാൽ ഒരു യാക്കോബ കുടുംബത്തിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ഭവനത്തിൽ നിന്ന് ഏകയായാണ് കടന്നു വന്നത്. അതിൻ്റെതായ പ്രതികൂലങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായി. ആ പ്രതികൂലങ്ങളുടെ നടുവിലൊക്കെ എൻ്റെ ദൈവമായ കർത്താവ് എന്നെ നിലനിർത്തി. എൻ്റെ ദൈവം കരം പിടിച്ച് ഈ മരുഭൂമിയിൽ എന്നെ വഴി നടത്തിയ ദൈവത്തിൻ്റെ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. പിന്നെയും കുരുണ്ടത അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 2024 ജനുവരി 6 എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ രോഗത്തിൻ്റെ ആരംഭമായിട്ട് എൻ്റെ ഈ വലത്തെ കണ്ണ് അടയുവാനിടയായി. എനിക്ക് വളരെ ഭാരമുണ്ടായി. ഞങ്ങൾ മളമൂട്ടിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് അദ്ദേഹം ഡോക്ടർ കണ്ണിൻ്റെ സ്കാനൊക്കെ ചെയ്തു. എന്നാൽ അത് കഴിഞ്ഞൊരു നൂറയെ കാണിക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ കല്ലിശ്ശേരിയിലുള്ള ഹോസ്പിറ്റലിൽ കടന്നുപോയി. നൂറയെ കാണിപ്പാനിടയായി. എന്നാൽ എന്നെ MRI സ്കാൻ ചെയ്തു. അതിനുശേഷം അവിടെ 5 ദിവസം എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ് അവിടെ എന്നെ അഡ്മിറ്റാക്കി. ഞാൻ 5 ദിവസം അവിടെ അഡ്മിറ്റായി കിടന്ന് 3ാമത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കണ്ണ് തുറക്കുവാനിടയായി. അതിനുശേഷം പിന്നെ ഈ 2 ദിവസം കൂടെ അവിടെ കിടന്ന് ഡോക്ടർ പറഞ്ഞനുസരിച്ച് അവിടെ താമസിച്ചു. അതിനുശേഷം വീണ്ടും ഞാൻ ഭവനത്തിലേക്ക് കടന്നൊന്നും കുഴപ്പമില്ലാതെ ഞാൻ ഭവനത്തിലായിരുന്നു. എന്നാൽ അടുത്ത മാസം അതേ സമയമായപ്പോൾ തന്നെ എൻ്റെ കണ്ണ് പിന്നെയും അടയുവാനിടയായിത്തീർന്നു. വീണ്ടും ഞങ്ങൾ കല്ലിശ്ശേരി ആശുപത്രിയിൽ പോയി. അവിടെ ചെന്ന് അവർ 3 ഇഞ്ചക്ഷൻ കൂടെ പറഞ്ഞു. അങ്ങനെ 3 ഇഞ്ചക്ഷൻ കൂടെ എടുക്കുവാനിടയായിത്തീർന്നു. എന്നാൽ വലിയ കുഴപ്പമില്ലാതെ ഞാൻ ഭവനത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ ഭവനത്തിൽ കടന്നു വന്നതിൻ്റെ അടുത്ത മാസം തന്നെ എനിക്ക് എൻ്റെ ശാരീരികമായി എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി. അവിടെ ഹോസ്പിറ്റലിൽ പിന്നെയും കടന്നുപോയി. അപ്പോൾ അവിടെ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞ് എൻ്റെ മോള് പറഞ്ഞു, വേണ്ട ഇവിടെ അഡ്മിറ്റ് ആക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പുഷ്പരി ഹോസ്പിറ്റലിൽ കടന്നു പോകാനിടയായിത്തീർന്നു. പുഷ്പരി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് എൻ്റെ രോഗം എന്താണെന്ന് മനസ്സിലാക്കാനിടയായത്. അതിനു മുമ്പ് തന്നെ എൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടു, എൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നത് ആർക്കും തിരിയാതെ അങ്ങനെ വളരെ പ്രയാസത്തിൽ കൂടി കടന്നുപോയി. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ രോഗവിവരം ഇന്നതാണെന്ന് അറിയുന്നത്. എനിക്ക് മൈസ്റ്റീനിയ എന്ന് പറഞ്ഞ രോഗം, അത് 10,000-ൽ ഒരാൾക്ക് വരുന്ന ഒരു രോഗമാണ്. അതെൻ്റെ ഹാർട്ടിനോട് ചേർന്ന് എനിക്ക് ട്യൂമർ വളരുന്നുണ്ട്. അതിനകത്തെ ഫ്ലൂയിഡ് എൻ്റെ ശരീരത്തെ മുഴുവൻ ക്ഷയിപ്പിക്കുന്നതാണെന്ന് പറയാനിടയായിത്തീർന്നു. ഉടനെ ഈ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞ അനുസരിച്ച് അവിടെ അപ്പോൾ അതിന് ഉള്ള സജ്ജീകരണങ്ങൾ അവിടെ ഇല്ലാതിരുന്നതുകൊണ്ട് എന്നെ സാഹിബിൻ്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് എന്നെ ഒരു ആംബുലൻസിലാണ് കൊണ്ടുപോയത്. അത്രമാത്രം എനിക്ക് ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു. എനിക്ക് ശ്വസിക്കാൻ പാടില്ല, എനിക്ക് നടക്കാൻ പാടില്ല, അങ്ങനെ വളരെ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചു. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടെ ചെന്ന് അവരെന്നെ പെട്ടെന്ന് ICUവിലാക്കി. അതിനുശേഷം 17 ദിവസം എന്നെ വെന്റിലേറ്ററിലാക്കി. ഞാൻ ആ വെന്റിലേറ്ററിൽ കിടക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ 10 ദിവസം കഴിയുമ്പോൾ എൻ്റെ ഈ തൊണ്ട കിഴിക്കണമെന്നൊക്കെ പറഞ്ഞ് അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവസന്നിധി കരഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അങ്ങനെയുള്ളൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു. അതിനുശേഷം പിന്നെ 1.5 മാസം കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നു. ദൈവമായ കർത്താവ് എന്നെ കരം പിടിച്ച് എന്നെ നടത്തിയതുകൊണ്ട്, എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ കർത്താവിനെ കണ്ടതുകൊണ്ട്, എൻ്റെ ദൈവമായ കർത്താവിനെ കൈവിടാതെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ അതിന്
താമസിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് ഓക്സിജൻ സിലിണ്ടർ സപ്പോർട്ടില്ലാതെ ഞാൻ ജീവിക്കില്ലെന്ന് പറഞ്ഞു. അഥവാ എനിക്ക് സൗഖ്യമായാൽ തന്നെ ഓക്സിജൻ സിലിണ്ടറും കൊണ്ട് വേണം വീട്ടിൽ പോകാനെന്ന് ഡോക്ടർമാർ എൻ്റെ മകളോട് പറയുവാനിടയായിത്തീർന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം വളരെ ഭാരപ്പെട്ടു. ദൈവമേ, അതിനുള്ള സൗകര്യം ഞങ്ങൾക്കില്ല. ദൈവമായ കർത്താവ് എനിക്ക് മറ്റുള്ളവർ ശ്വസിക്കുന്ന പോലെ ശ്വസിക്കുവാനുള്ള കൃപ തരണേ, അതിനുള്ള സഹായം എനിക്ക് ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവ് ആ സമയത്ത് തന്നെ എൻ്റെ പ്രാർത്ഥന കേട്ടു. എനിക്ക് ശ്വസിക്കുവാൻ തക്കൊണ്ട് ദൈവമായ കർത്താവ് എനിക്കിടയാക്കി. ദൈവത്തിൻ്റെ സ്നേഹത്തിനായി നന്ദിർന്ന ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ ഡോക്ടർമാർ എൻ്റെ മകളോട് പറഞ്ഞു, അറിയിക്കാനുള്ളിടത്തൊക്കെ അറിയിച്ചു. എനിക്ക് രോഗം വളരെ സീരിയസ് ആയി. എന്നാൽ എൻ്റെ സഭയിലുള്ള, ഞാൻ മെഴുവേലി സഭയിലാണ് കൂടുന്നത്, എൻ്റെ മെഴുവേലി സഭയിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവമായ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. അനേകരും ഞാൻ ജീവിക്കുകയില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ ദൈവമായ കർത്താവിനെ ജീവിപ്പിച്ചു. എന്നെ നിലനിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നന്ദിർന്ന ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഭവനത്തിലേക്ക് കടന്നു വന്നു. ഭവനത്തിൽ കടന്നു വന്നതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് എൻ്റെ മോൾ എന്നെ കൊണ്ട് കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടെ ചെന്ന് അവർ പറഞ്ഞ ഡോക്ടർമാരെ എല്ലാം കണ്ടു. എങ്കിലും എനിക്ക് വെന്റിലേറ്ററിൽ കിടന്നപ്പോൾ എനിക്ക് അറ്റാക്ക് വന്നെന്ന് പറഞ്ഞ് എനിക്ക് അവരെ എനിക്കൊരു ടെസ്റ്റിനെ കുറിച്ച് ആദ്യം ചെയ്യുവാനിടയായിത്തീർന്നു. എന്നാൽ എനിക്ക് അങ്ങ് ഷുഗർ ഹൈ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസുലിനൊക്കെ വേറെ മാറ്റി 3 നേരം ഇൻസുലിൻ എടുക്കുവാനും പറഞ്ഞു. അങ്ങനെ 3 നേരം ഇൻസുലിൻ എടുത്തു. അങ്ങനെ 3 മാസത്തെ ഷുഗർ നോക്കുമ്പോൾ 13.5 എനിക്കുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ഈ ഇഞ്ചക്ഷനൊക്കെ എടുത്തതും സമയമായി 8 കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾ വീണ്ടും കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എനിക്ക് സർജറിക്കുള്ള ഡേറ്റൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയാണ് അവൾ കടന്നുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനിയും ഒരു 100 കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ എന്നെ കൊണ്ടുപോയില്ല, മോള് മാത്രമാണ് പോയത്. എന്നാലും മോളെ എന്നെ വിളിച്ച് പറഞ്ഞു, മമ്മി ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ ലഭിച്ചു. ഞാൻ എഴുന്നേറ്റ് ദൈവസന്നിധി പ്രാർത്ഥിച്ചു, ദൈവമേ മരിച്ചു പോകുമെന്ന് വിധി എഴുതിയ സ്ഥാനത്ത് എൻ്റെ ദൈവം എന്നെ ഇന്നയോളം നിലനിർത്തിയെങ്കിൽ എന്നെ വിടുവിപ്പാൻ ദൈവം ശക്തനാ. എനിക്ക് ഓപ്പറേഷൻ വേണ്ട, ഒരു ഓപ്പറേഷൻ കൂടാതെ ദൈവം എനിക്ക് സൗഖ്യം തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഭവനത്തിൽ വന്നെങ്കിലും ഞാനൊന്ന് ഇരുന്നാൽ എഴുന്നേക്കണമെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പില്ലാതെ എനിക്ക് എഴുന്നേക്കാൻ പാടില്ല. അതുപോലത്തെ അവസ്ഥയിലായിരുന്നു ഞാൻ മുൻപോട്ട് പോയത്. എന്നാൽ ദൈവമായ കർത്താവ് ഞാൻ അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം എനിക്ക് തനിയെ എഴുന്നേൽപ്പാനും അല്പമൊക്കെ നടക്കുവാനും ഒക്കെ ദൈവം ഭാഗ്യമൊരുക്കി. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നന്ദിർന്ന ഹൃദയത്തോടെ സ്തോത്രം. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇന്ന് ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത്. ദൈവമായ കർത്താവ് അടിനെ ഇത്രത്തോളം സഹായിച്ചു. നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം. 2 മാസത്തിന് മുമ്പ് ചെക്കപ്പിനായി കടന്നു പോയപ്പോൾ ആ ഡോക്ടർ അന്നേരവും പറഞ്ഞത് എത്രയും വേഗം സിസേറിയൻ നടത്തണമെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങളെ അതിനെ അനുവദിച്ചില്ല. ഡോക്ടറോട് പറഞ്ഞു, വേണ്ട, ദൈവം എനിക്ക് സൗഖ്യം തന്നു, അഥവാ എന്നെങ്കിലും അങ്ങ് മരിച്ചു പോകണമല്ലോ, അങ്ങനെ എങ്കിൽ അത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങ് പോയിക്കൊള്ളാം, എന്നാൽ അത് എനിക്കൊരു ഓപ്പറേഷൻ ആവശ്യമില്ല എന്ന് പറയുവാനിടയായി തീർന്നു. ദൈവമായ കർത്താവ് ഇത്രത്തോളം എന്നെ സഹായിച്ചു. എന്നെ സൗഖ്യമാക്കിയ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജിജോ പാസ്റ്ററും പ്രിയപ്പെട്ടവരൊക്കെ എനിക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് അറിയാവുന്ന പ്രിയപ്പെട്ടവരോടൊക്കെ പറഞ്ഞ് എനിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച എല്ലാവരോടും ഞാൻ വളരെ നന്ദിയുള്ളവളായിരിക്കുന്നു. ദൈവമായ കർത്താവ് എന്നെ ഇത്രത്തോളം സഹായിച്ച ദൈവസ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരെങ്കിലും എന്നെ പോലെ എൻ്റെ രോഗമെന്നല്ല, അതുപോലെ രോഗത്താലൊക്കെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ദൈവമായ കർത്താവ് നല്ല സൗഖ്യദാതാവായി ഇന്നും കൂടെയുള്ളതോർത്ത് നന്ദിർന്ന ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ആ നല്ല ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കൊണ്ടും ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ള ആഹ്വാനത്തോടെ ഞാൻ ദൈവസന്നിധിയിൽ